വേണ്ടടി 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 കിട്ടാൻ നോക്കി ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കൂട്ടിലുണ്ടായ ഏറ്റവും വലിയ കുട്ടി, ഏറ്റവും ആദ്യത്തെ. വേണ്ട വേണ്ട ബാടാ ബാടാ പഞ്ചട് പോട്ടെ. ഞാൻ വെറുതെ നോക്കിയതല്ലേ. ഓ ദേഷ്യം കലിമുണ്ടോ കൊല്ലും പറഞ്ഞിട്ട്. ഹായ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫോർ ഫ്ലൈയിങ് ബേർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അതിന്റെ മെയിൻ കാരണം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം നമ്മുടെ പണ്ടത്തെ മീൻകുളമായിരുന്നു. ഇപ്പൊ നമ്മൾ മീൻകുളമൊക്കെ മാറ്റി ഇവിടെ ഒരു ഏവിയറിമാര് സെറ്റ് ചെയ്ത് ഗ്രാബ് ബാറ്റുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം 10-35 പെയറായി നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് പെയർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. 2 മീനിലും ഫീമെയിലും കൂട്ടിയിട്ട് ഒരു ടൈമിടാ കടിക്കില്ല കടലിട്ട് പേട. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാബ് ബാറ്റുകൾ സെറ്റ് ചെയ്ത് നമുക്ക് സൺ കൊണ്ണൂറുണ്ട്, സ്മോൾ കൊണ്ണൂറുകളുണ്ട്, ക്രിംസൺ ബെല്ലി ഉണ്ട്, ഡോറിഗീറ്റ് ഉണ്ട്. ഇപ്പോൾ ഗ്രാബ് ബാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് അടുത്ത് മക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാബ് ബാറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് പണികൾ നടക്കായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വീഡിയോസൊന്നും അധികം എടുക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഗ്രാബ് പാരറ്റിൻ്റെ ഇതിൽ നിങ്ങളെ കുറച്ച് നാളായിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 5-8 പേര് ഗ്രാബ് പാരറ്റ് എഗ്ഗ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൽ 2-3-4 കൂടുകളിൽ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യാൻ പോകാൻ പറ്റില്ല. എഗ്ഗ് ഇരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ആ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. അതുമാതിരി അവരുടെ കാലുമ്മ പാരൻസിൻ്റെ അടുത്ത് നെഗ്രിങ് ഇടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ഓടിപ്പോയി കാണാം. ഹലോ 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 ഹലോ. ഇത് വൈൽഡ് പേടാണെങ്കിൽ ഈ വിരൽ 2 കഷ്ണമാക്കി തരും. ടേംഡ് പേടായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അഞ്ചാണ് എനിക്ക് പേടിയില്ല. വായിലേക്ക് വിരൽ വെച്ചു വാടി എന്നാ കടിച്ചോ. വൈൽഡ് പേടാണ് വിരൽ 2 പീസായി പോവും. വേണ്ടാ ഒരു ടേംഡാ പക്ക ടേംഡാ. ഓക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഹലോ നല്ല ഭംഗിയാണ് കാണാൻ. പോയോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഗ്രാബ് പാരറ്റിൻ്റെ കൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങളെ കാണാം. കുഞ്ഞുങ്ങളെ നമുക്ക് 1-2 ലെഗ് റിങ് ഇടേണ്ട, കാലുമ്പ് റിങ് ഇടേണ്ട സമയമായി. പക്ഷേ എടുക്കുമ്പോൾ കടിയും ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഗ്രാബ് പാരറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് മാക്സിമം നല്ല സ്വകാര്യത വേണം. ഒരു ബ്രീഡ് ആവണമെങ്കിൽ നല്ല സ്വകാര്യത വേണം. ഇത് ആളില്ല, അവർ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ. ഇതെൻ്റെ പേര് വിളിക്കുന്ന ഒരു പേടാണ് കേട്ടാ. ആൽഫി 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 ഇതെൻ്റെ പേര് വിളിക്കൂട്ടാ. ഹലോ ആൽഫി എവിടെ ആൽഫി എവിടെയാ? ഹലോ അവൾക്ക് അടിക്കും ചെറുതായിട്ട്. ആൽഫി എവിടെ? അപ്പോൾ ഓക്കെ. എന്നെ കാണാണ്ടാവുമ്പോൾ രാവിലെ ഫുഡ് എത്താണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നടന്ന് തിരിച്ചു പോകില്ലേ, അപ്പോൾ ഒരു വിളി പുറകിന്ന് ആൽഫി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ കൂടുകളിലുണ്ടായ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ചെറുതായിട്ട് വെളിച്ചത്തിൻ്റെ ആവശ്യം ഉണ്ട് അവിടെ നിങ്ങളെ കാണിക്കാനായിട്ട്. കാരണം കൂടിനുള്ളിൽ ബ്ലോക്കിനുള്ളിൽ ഇരുട്ടല്ലേ. അപ്പോൾ നമുക്ക് പതുക്കെ പോയിട്ട് നോക്കാം. വാ. ഈ കൂട്ടിൽ നമ്മളുടെ 3 കുട്ടികളും പാരൻസ് ഉണ്ടാവും കേട്ടോ. പാരൻസ് കൊന്നാലും അവർ പുറത്തിറങ്ങില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ പ്രൊട്ടക്ഷനാണ് അവരുടെ. കണ്ടാ ഒതുങ്ങി കണ്ടാ. നമുക്ക് വെളിച്ചക്കുറവ് കാരണം ഒരു മിനിറ്റ് ഞാൻ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇത് കണ്ട, ഇതാണ് അവരുടെ പാരൻസ്. ഇതാണ് അവരുടെ 3 കുഞ്ഞുങ്ങൾ. നമ്മുടെ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ബാച്ചിൽ പെട്ടതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ കുഴപ്പമില്ല. കൈയിട്ട് എടുക്കാനോ തൊടാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർ നമ്മുടെ കൈ പിന്നെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലാക്കും. എന്നാലും നമുക്ക് എടുത്താൽ മതി. ഇത് അധികം ദിവസമായിട്ടില്ല, ഏകദേശം ഒരു 10-15 ദിവസമായിട്ടുള്ളൂ വിരിഞ്ഞിട്ട്. 3 നല്ല സുന്ദര കുട്ടികൾ. അതിൻ്റെ രസമല്ലേ. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 കുട്ടികൾ. ഓ എന്താണ് ഒന്നുമില്ല, വെറുതെ കാണാമെന്നാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങളുടെ വീഡിയോ. ഇതിൽ 4 മുട്ടയുണ്ടായിരുന്നു. 3 വിരിഞ്ഞുള്ളൂ, ഒരെണ്ണം വിരിയാണ്ട് പോയി.
കുട്ടികൾ 3 പേരും ചൂട് പറ്റാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം. അമ്മ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ മാറിയപ്പോൾ ചൂട് പോയില്ലോ. അപ്പോൾ ഓക്കെ എന്നാ പിടി. അപ്പോൾ ഇതാണ് അങ്ങനെ തന്നെ നോട്ടെ ക്യാമറ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ കൂട്ടിൽ ഉണ്ടായിട്ടുള്ള ഗ്രാൻഡ് പാരൻറ്റിൻ്റെ 3 കുട്ടികൾ. അടുത്തത് നമുക്ക് അങ്ങോട്ട് വരാം. ഇത് ഏറ്റവും അവസാനം വരുന്നത് കൂടാണ് കേട്ടോ. ഇറങ്ങിക്കോ. അപ്പോൾ നമ്മളിവിടെ ഏവിയറി സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് എഗ് ചെയ്തത് ഈ കൂട്ടിലാണ്. ആദ്യമായിട്ട് എഗ് ചെയ്തത്. ഈ കൂട്ടിൽ നമുക്ക് 3 മുട്ടയാണ് ഇട്ടത്. ഒരു 3 എഗ്ഗാണ് ചെയ്തത്. 3 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. 3 കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലിപ്പമായി. അതിൽ 3 കുട്ടികളിൽ 2 കുട്ടികൾക്ക് റിങ് ഇടേണ്ട ഒരു സമയമായി. പക്ഷേ റിങ് ഇടേണ്ട സമയമായി 2 കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം റിങ് ഇടാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാരൻസ് നമ്മൾ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓരോ കുട്ടികളെ എടുത്ത് റിങ് ഇടാം. പക്ഷേ പാരൻസ് പണി തരും. ഇവളുടെ അടുത്ത് നമുക്ക് കണ്ടാ വന്നാൽ കൊല്ലുന്നുള്ള ഭാഗത്തിൽ തന്നെയാണ്. മര്യാദ അല്ലെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ വിവരറിയും എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് 2 പാരൻസും. നമുക്ക് വിചാരിച്ച മാതിരി ഇവരെ അത് വാടാന്ന് പറഞ്ഞിട്ട് തലാട്ടിട്ട് കടി കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ വരും ബ്ലഡ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരെ കടി കിട്ടി കഴിഞ്ഞാൽ അപ്പം ബ്ലഡ് വരും. എന്താണ് റിങ് ഇടാനൊന്ന് കാല് എടുക്കട്ടെ കുഞ്ഞുങ്ങളുടെ. ഒരു മിനിറ്റ് നമുക്ക് പതുക്കെ നോക്കി വെക്കാം. ചാടി തരൂട്ടെ ചിലപ്പോൾ. അതാണ് പേടി. അതിന് നമുക്കൊരു പറപ്പിൽ കടിപ്പിക്കും. 2 ആളുണ്ട്. ഒരാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. ഓ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഞാൻ ഈ തോർത്തിട്ടിട്ട് കൈ കൊണ്ട് ആളെടുക്കാൻ നോക്കട്ടെ. ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. ഭാഗ്യം. ഇനി നമുക്ക് തൽക്കാലം ഇതിൽ പ്രശ്നങ്ങളില്ലാണ്ട് ഒരാളെ കിട്ടി. ഞാൻ ഒരിക്കലും തൊടാൻ നോക്കിയിട്ട് നമ്മൾ റിങ്ങൊക്കെ എടുത്തിട്ടാണ് വന്നതാണ്. ഇത് നമുക്കൊരു എന്താ പറയുക, നമ്മളുടെ FR ഫ്ലൈയിങ് ബേർഡ്സിൻ്റെ നെയിമും ഫോൺ നമ്പറൊക്കെ വെച്ച് അടിച്ചാൽ നമ്മളുടെ ക്ലോസ് റിങ്ങാണ്. ഇത് ഇടേണ്ട സമയം ഇപ്പോഴേ കഴിഞ്ഞു. പിന്നെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തതാണ്. റിങ്ങിട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അങ്ങോട്ട് വെക്കണം. അവർ നന്നായി കുട്ടികളെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ നമുക്ക് ഓ
ഒന്നുമില്ല, അതേ ഒരു മിനിറ്റ് കൊണ്ട് അങ്ങനെ തന്നെ വെച്ച് തരാം. ഇത് വലിയ കുട്ടിയായിട്ടാ. ഇത് അത്യാവശ്യം വലിപ്പം വെച്ച കുട്ടിയായി. സ്ലിംഗറിന്റെ സമയം കഴിഞ്ഞു, ഇടാൻ പറ്റാവോ? ഇത്തിരി കഷ്ടപ്പെട്ടു. ഓക്കെ 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 ഓക്കെ, ഒരു മിനിറ്റ്. അമ്മേരെ അതേ മൂന്ന് ശൗചിക്കണ്ട. ഓ ഇതിനൊക്കെ അടിക്കാൻ നോക്കേ. എന്താണ് എന്താണ് നോക്കിയാ? ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും, ഒരു ഹായ് പറഞ്ഞ, ഒരു ഹായ് പറഞ്ഞ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കൂട്ടിലുണ്ടായ ഏറ്റവും വലിയ കുട്ടി, ഏറ്റവും ആദ്യത്തെ. വേണ്ട വേണ്ട വേണ്ട, ഇനി നമ്മളാ തുണി കൊണ്ട് എടുക്കുക. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി നമുക്ക് ഒരു ബന്ധമില്ല കേട്ടോ. ഓക്കെ അഞ്ചട് കോട്ട ഞാൻ വെറുതെ നോക്കിയതല്ലേ. ഓ ദേഷ്യം കലിപൂട്ടിട്ട് നിൽക്കണേ, കൊല്ലും പറഞ്ഞിട്ട് കോട്ട. ഞാൻ അതിന് റിങ് ഇടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളിപ്പോൾ വേണ്ട, പിന്നീട് മതി. ഒഞ്ചട് ഓ ഡാൻസാ ഒന്നും ചെയ്തിട്ടില്ല, എടുത്തിട്ട് അതിലെന്നെ വെച്ചിട്ടുണ്ട്. ഓഹോ മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ലേ? എന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ ഓരോ റിങ്ങിട്ട് കൊടുത്ത അഡ്രസ് വേണ്ട എനിക്ക്. ഓ എന്താണ്, ഓ എന്താണ് എന്താണ്, ഓ ഡാൻസ് കളി കഴിയുന്നു. ഡാൻസ് അല്ലാട്ടാ, എനിക്ക് തോന്നുന്നു ഡാൻസ് ഒന്ന് കഴിയുന്നു. സംഭവം ടൈമിനാണ്. എഗ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിങ് ഒന്നും ഇല്ല, പിന്നെ കുഞ്ഞ് വിരിഞ്ഞ് അതിന് പുറത്തേക്ക് പോരണവരെ അല്ലേ? അപ്പൊ നമ്മളുടെ 3 കുട്ടികളും അപ്പൊ നമ്മളുടെ 3 കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും മൂത്ത കുട്ടിയാ ഇല്ല ഇല്ല. ഒന്നുമില്ല, നിന്റെ ഇല്ല, നിന്റെ കുഞ്ഞുങ്ങൾ അതിലുണ്ട്. ഇങ്ങോട്ടു പാരൻസ് നോക്കണ്ടെങ്കിലും അത്രയ്ക്കാണ്ട് വൃത്തിയിൽ നോക്കണില്ല. മേത്തൊക്കെ കണ്ട അഴുക്കും കാര്യങ്ങളും. ചിലപ്പോൾ കുട്ടികളുടെ കുടുംബമായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഒരു കുട്ടിക്ക് കൂടി ഉണ്ട്. എനിക്ക് വേണ്ട, നിന്റെ കുട്ടീനെ ഞാൻ അവിടെ വെച്ചു, എനിക്ക് വേണ്ട. അടുത്ത കുട്ടീനെ ഞാൻ റിങ് ഇടാൻ വേണ്ടി എടുക്കുന്നുണ്ട്. കടിക്കരുത്. ഇല്ല ഇല്ല അടുത്ത കുഞ്ഞിനെ റിങ് ഇടാൻ വേണ്ടി റിങ് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ വയ്ക്കും. ഇവിടുന്ന് ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ദൈവമേ. ഇവിടെ ഒരാളും പിന്നെ ഇവിടെ ഒരാളും.
ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ റെഡി കഴിഞ്ഞു. ഓ ഓ അങ്ങോട്ട് വെക്കാണ് പെണ്ണെ. 3 കൂട്ടില് ബാക്കിയുള്ളത് നമുക്ക് നോക്കാറായിട്ടില്ല. എഗ് ചെയ്തിരിക്കുന്നതിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോയല്ലേ എഗ് ഒരു ബുദ്ധിമുട്ടില്ല. നേരത്തൊക്കെ അഴുക്കൊക്കെ ഉണ്ട് കേട്ടാ. പേരൻസ് അത്രയ്ക്കാണ്ട്